ഹലോ, എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതേ നിങ്ങളെ ഇതേപോലെ ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം ട്ടാ. നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ട്ടാ. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ദേ ആദ്യം തന്നെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയേ. അങ്ങനെ അതേ ഞാനിവിടെ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നമ്മളൊരു ട്രേയിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കുറച്ച് സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ മല്ലിപ്പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇത്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. ഒരു 1/2 കപ്പോളം അരിപ്പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കപ്പ് കൊണ്ട് 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് തന്നെ കുറുകി റെഡിയായി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ അതുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഈ കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ അടിയിൽ നിന്ന് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം അതും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 1/2 മണിക്കൂർ ഒന്ന് പുറത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ ഈ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ മുക്കിയിട്ടുള്ള അതായത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുള്ള ഓരോ കോളിഫ്ലവറും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇതിനെ ഒരു ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇനി അവസാനം നമ്മൾ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.